കേണൽ രാജീവ് മണാലി കേൾക്കാൻ കഴിയുന്നുണ്ട് എന്ന് കരുതുന്നു. നേരത്തെ താങ്കളോട് ചോദിച്ചത് എന്തുകൊണ്ടാണ് ഈ ഭീകരവാദികൾ സാധാരണക്കാരെ ലക്ഷ്യം വെച്ചത് എന്നാണ്. പ്രത്യേകിച്ച് ബൈസരൻ വാലിയിലുള്ള പഹൽഗാം തന്നെ ലക്ഷ്യം വെച്ചത്. അവിടെ കമ്പാരിറ്റീവ്ലി ഈ സൈനിക വിന്യാസം കുറവാണ് എന്നുള്ളത് കൊണ്ട് തന്നെയായിരുന്നു. തീർച്ചയായും ജനജീവിതം സാധാരണമായി എന്ന തോന്നൽ ഇല്ലാതാക്കാൻ ആണ് ഈ ഒരു ക്രൂരകൃത്യം അവിടെ നടന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും US വൈസ് പ്രസിഡന്റ് ഇവിടെ ഉള്ള സമയത്ത് തന്നെ ആണ് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല, വിനോദസഞ്ചാരം അവിടെ കാശ്മീരിൽ നടക്കാൻ പാടില്ല. അതുവഴി അവിടുത്തെ ജനജീവിതം താറുമാറാകാനും അവിടുത്തെ സമ്പദ് വ്യവസ്ഥ താറുമാറാക്കാനും ഒക്കെയുള്ള ഒരു കുൽസിത ശ്രമമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇതുവരെ കാശ്മീരിൽ ഇത്രയും വർഷമായിട്ട് ഈ ആതങ്കവാദമൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇതുവരെ ടൂറിസ്റ്റുകളെ ആക്രമിച്ച് കണ്ടിട്ടില്ല. ഇതാദ്യമായിട്ടാണ് ടൂറിസ്റ്റുകളെ നേരിട്ട് ആക്രമിക്കുന്നതും മതം അന്വേഷിച്ചിട്ട് അവരെ കൊണ്ടത് പറയിപ്പിച്ചിട്ട് പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊല്ലുന്നത്. ഇത് അങ്ങേയറ്റം ഒരു ക്രൂരമായ ഒരു പ്രവൃത്തിയാണ്. മനുഷ്യത്തില്ലായ്മയുടെ അങ്ങേയറ്റമാണ് ഇത്. നമ്മുടെ രാജ്യത്തെ ഒന്നാകെ പ്രകോപിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ് വാസ്തവം. ഇതുവരെ ഈ അടുത്ത കാലത്ത് കാണാത്ത ഒരു ഐക്യദാർഢ്യമാണ് നമ്മുടെ രാജ്യത്തെ എല്ലാ കക്ഷികളും ഒരുമിച്ച് നിന്ന് ഇതിനെ അപലപിക്കുകയും ഇതിന് തക്കതായ മറുപടി കൊടുക്കണമെന്ന് പറയുകയും ചെയ്തിട്ടുള്ളത്. ഇത് തന്നെയാണ് വേണ്ടതും. അപ്പോൾ അതിലേക്ക് പിന്നീടായിരിക്കും നമുക്ക് കടക്കുക. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാനുള്ളത്, ഇത് യാതൊരു കാരണവശാലും വെച്ച് പൊറിപ്പിക്കാൻ പാടില്ലാത്ത ഒരു സംഗതിയാണ്. കാശ്മീർ സാധാരണഗതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. ഇതിന് തക്കതായ മറുപടി അതിൻ്റെതായ സമയത്ത് കൊടുക്കണം. ശരി. ശ്രീമതി നുസ്രത് ജഹാൻ, ഏറ്റവും അധികം മനസ്സിനെ വേദനിപ്പിച്ചത് അവിടെയുള്ള സാധാരണക്കാർ കുടുംബാംഗങ്ങളുമായി എത്തിയതാണ്. അവരുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ചില നിമിഷങ്ങൾ ചിലവഴിക്കുന്നതിന് വേണ്ടി മനോഹരമായ സ്ഥലത്ത് അവിടെയാണ് ഇത്തരത്തിൽ പേര് ചോദിച്ച് മതം ചോദിച്ച് നേർക്ക് നേർ വെടിയുതിർത്ത് കൊലപ്പെടുത്തിയത്. തൊട്ടടുത്ത് ഭാര്യയുണ്ട്, മക്കളുണ്ട്. ഇവരുടെയൊക്കെ മുന്നിൽ വെച്ചാണ് ഈ ക്രൂരകൃത്യം നടന്നത്. ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ഭീകരാക്രമണം നമ്മൾ പല വിധത്തിൽ കണ്ടിട്ടുണ്ട്, പല സ്വഭാവത്തിൽ കണ്ടിട്ടുണ്ട്. ഒരു പ്രദേശമാകെ ബോംബ് സ്ഫോടനത്തിൽ കൊലപ്പെടുത്തുക, അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ ആകെ നിറയൊഴിച്ച് അവിടുത്തെ ജനങ്ങളെ തീർക്കുകയൊക്കെ. പക്ഷേ ഇങ്ങനെ നിറതോക്കുമായി വന്ന് തോക്ക് ചൂണ്ടിക്കൊണ്ട് നിൻ്റെ മതം ഏതാണ്, നിൻ്റെ പേരേതാണ് എന്നുള്ളത് മനസ്സിലാക്കി, അവിടെ ആരെങ്കിലും കള്ളം പറയുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കി ഖുർആന്റെ വാക്യങ്ങൾ ചൊല്ലാൻ പറഞ്ഞുകൊണ്ട് അവിടെയും ഉറപ്പുവരുത്തി കൊന്നൊടുക്കുന്ന പ്രവണത ഒരുപക്ഷെ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന അതിക്രൂരമായ ഒരു ഭീകരാക്രമണമാണിത് എന്ന് തന്നെയല്ലേ നമുക്ക് സാക്ഷ്യപ്പെടുത്തേണ്ടത്. 29 പേരെ മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, തീവ്രവാദത്തിന് മതമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന നമ്മളെ മാറ്റി പറയിപ്പിക്കുന്നതാണ്. കാരണം തീവ്രവാദത്തിന് മതമുണ്ട് എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇവര്. കാരണം അവർക്ക് കാഫിർ എന്ന് പറയുന്നത്, അവരുടെ തീവ്രവാദം അംഗീകരിക്കാത്ത എല്ലാ മനുഷ്യരും അവർക്ക് കാഫിറാണ്. കാഫിറിനെ കൊന്നൊടുക്കുക എന്ന് പറഞ്ഞ ഒരു സിനിമ വരെ മലയാളത്തിൽ നമ്മൾ കണ്ടു. അതിന്റെ അവസാന മെസ്സേജ് മഹാനടന്മാര് പറയുന്നത്, കാഫിറിനെയും ജൂതന്മാരെയും കൊന്നൊടുക്കുമ്പോൾ മാത്രമേ നമുക്ക് സന്തോഷമുള്ളൂ. ഈ പറഞ്ഞ ലഷ്കർ ഇ തൊയ്ബ, TRFന്റെ ഏജന്റുമാരായി പ്രവർത്തിക്കുന്ന ആൾക്കാർ നമ്മളെ നാട്ടിലുണ്ട്. അവർക്കൊന്നും മിണ്ടാട്ടില്ല. മിണ്ടുന്നവർ ഇത് ന്യായീകരണ തൊഴിലാളികളായിട്ട് വരണം. അതിനൊരു കാരണമുണ്ട്. കാരണം നമ്മൾ ഭാരത സംസ്കാരം പഠിക്കണമെന്നും ഭാരതത്തിന്റെ ഒരു കൾച്ചറും ഇത് ലോകത്ത് എവിടെയില്ല എന്ന് നമ്മുടെ വർഷങ്ങൾക്ക് മുമ്പ് മതമില്ലാത്ത സനാതന ധർമ്മത്തിന്റെ കാലഘട്ടത്തിൽ ഇവിടെ ഭഗവത്ഗീത പറഞ്ഞു വെച്ചിട്ടുണ്ട്. ലോകോസ്മിൻ ദിവിതോ നിഷ്ഠാ പുരാ പ്രോക്ത മയാനഗ്ന ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗീനാം. മഹാത്മാക്കളായുള്ള ആൾക്കാർക്ക് ജ്ഞാനത്തിൽ കൂടി അവർക്ക് ഭഗവാനെ, പരമാത്മാവിനെ നമുക്ക് ശ്രവിക്കാൻ പറ്റും. അല്ലെങ്കിൽ യോഗികളായിട്ടുള്ള സാധാരണ മനുഷ്യർക്ക് കർമ്മത്തിലൂടെ, കർമ്മം എന്ന് പറയുന്നത് ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളാണ് കർമ്മം എന്ന് പറയുന്നത്. കർമ്മത്തിലൂടെ അതാണ് ഈശ്വരനോടുള്ള നമ്മളെ ഭക്തി എന്നാണെന്ന് ഭാരത സംസ്കാരം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇത് ചാപ്റ്റർ 3
ഭഗവത്ഗീതയിലെ മൂന്നാമത്തെ ശ്ലോകമാണ്, മൂന്നാമത്തെ ചാപ്റ്ററിലെ മൂന്നാമത്തെ ശ്ലോകമാണ് പ്രധാനപ്പെട്ട. കാരണം ഇത് നമുക്ക് ആയിരങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു വെച്ച് അതിനുശേഷം വന്ന ഈ ഭാരതം സ്വീകരിച്ച നയം ഇതുകൊണ്ടൊക്കെയാണ്. കാരണം നമ്മൾ നല്ലതിനെ ശ്രവിക്കാനും എല്ലാരെയും ഒന്നിച്ചു കൂട്ടിപ്പിടിക്കാനും പഠിച്ച ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഒരിക്കൽ കൂടി ഞാൻ ആണയിട്ട് പറയുന്നു, ഈ ഭാരതത്തിൽ ജനിച്ച ഭാരതത്തിലെ മുസ്ലിങ്ങളല്ല, ഏത് മതസ്ഥരാണെങ്കിലും ഈ സനാതന ധർമ്മത്തിന്റെ വേരുകളിൽ നിന്ന് വന്നതാണ്. ഒരിക്കലും നിങ്ങൾ ഇവരെ പോലെ ആവാൻ പറ്റില്ല. ഓൾ മുസ്ലിംസ്, ഓൾ ക്രിസ്ത്യൻസ് മതം മാറി അധിനിവേശ മതങ്ങൾക്ക് മുമ്പ് കൂടെ പോയവര് നമ്മളെ വേരുകൾ ഹിന്ദുവിൻ്റെതാണെന്ന് ഒരിക്കൽ കൂടി ഉറക്കെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് പറഞ്ഞ് പഠിപ്പിച്ചേ നമ്മുടെ വരും തലമുറയെ നമുക്ക് ഇത് പഠിപ്പിച്ചേ മതിയാവൂ. കാരണം തീവ്രവാദവും പിന്നെ ഡ്രഗ്സും എല്ലാം കൊടുത്ത് മാറ്റിയെടുക്കുന്ന ഒരു ഭാരതത്തിനെയാണ് നമ്മൾ ഇന്ന് ഇവിടെ കാണുന്നത്. ഇതിന് 2-3 കാരണങ്ങളുണ്ട് ഇന്നലെ കാശ്മീരിൽ ഇത് സംഭവിക്കാൻ. 7 ദിവസം മാത്രമായിട്ടുള്ള ഒരു നവവധുവിനെ അവൾ വിധവയാവുകയാണ് നമ്മൾ കാണുന്നത്. ആ കരച്ചിലൊന്നും നമുക്ക് മറുപടി കൊടുക്കാൻ പറ്റില്ല. 7-ാം ദിവസം വിധവയാവുന്ന, സ്വന്തം കൺമുമ്പില് പോയിന്റ് ബ്ലാങ്കില് ഭർത്താവ് മരിക്കുന്നു. ഇതൊന്നും നമ്മളെ ഇന്ത്യ നോക്കിയിരിക്കില്ല. ഭാരതത്തിന്റെ ഭരണാധികാരികൾ അത്ര ശക്തിയുള്ളവരാണ്. തുടങ്ങിക്കഴിഞ്ഞു. ഇവരോടൊക്കെ പറയാനുള്ള ഇറ്റ് സ്റ്റാർട്ടഡ് ഇൻ ദ ബോർഡർ. ഇതന്നെയാ പറയാനുള്ളത്. പിന്നെ വേൾഡ് ബാങ്കുമായിട്ടുള്ള ഒരു കരാർ ഒപ്പുവെക്കാൻ വേണ്ടി നിർമ്മല സീതാറാം US ഉണ്ടായിരുന്ന സമയമാണ് ഇന്നലെ ഇന്നുമായിട്ട് അവിടുന്ന് അവർ യാത്ര വെട്ടിച്ചുരുക്കി ഇന്ത്യയിലേക്ക് തിരിച്ചു. കാരണം ഭാരതം ഏറ്റവും കൂടുതൽ ഏറ്റെടുത്ത ഒരു വിഷയമാണിത്. കാരണം ഇന്ന് വരെ ഇതുപോലെയുള്ള മുമ്പിൽ നമ്മളിപ്പോ നിങ്ങൾ പറഞ്ഞ പോലെ ഈ ബോംബിട്ട് നശിപ്പിക്കാതൊക്കെ ഇതൊക്കെ ഭീകരതയുടെ ഏറ്റവും മൂർച്ചാവസ്ഥയാണ്. രക്തത്തിനെ കൊണ്ട് നമ്മൾക്ക് മതം പറഞ്ഞു തരിക, രക്തം ഉപയോഗിച്ച് മതം പറഞ്ഞു തരിക, കാഫിർ ആരാന്ന് പറഞ്ഞു തരിക, ജാതി ചോദിച്ച് മുണ്ടുപൊക്കുക എന്ന് പറയുന്നത് ശരിക്കും വാസ്തവായി. ഇതിനെ ന്യായീകരിച്ചിട്ട് ഒരു കാര്യമില്ല. ഇതിന് മാപ്പല്ല. ഈ ഹെഡിങ്ങിൽ കൊടുത്ത പോലെ മാപ്പുണ്ടോ എന്ന് വെച്ചാൽ മാപ്പല്ല, കൊന്നു കളയണം. ഈ തീവ്രവാദികളെ തീർത്ത് കളയണം ഭാരതത്തിനോട്. അതന്നെയാണ് നമുക്കൊക്കെ റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. പിന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആകാശത്തൂടെ വരവേൽപ്പോടുകൂടി 42 വർഷത്തിന് ശേഷം പ്രധാനമന്ത്രി മോദി സൗദി അറേബ്യയിൽ പോയി. ഇവിടെ 42 വർഷമായിട്ട് ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നില്ല പോവാന്. ഇത് ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ള ഐക്യത്തിന് വല്ലാതെ ആക്കം കൂട്ടുന്നു. കാരണം അത് ഈ ജിഹാദികൾക്ക് പേടിയാ. പിന്നെ US വൈസ് പ്രസിഡന്റ് ഇന്ത്യയില് JD വാൻസ്, അദ്ദേഹം ഫാമിലിയൊത്ത് വന്ന് അഷ്ടർഡാമിലാണ് അയാളെ സന്ദർശനം തുടങ്ങിയത് തന്നെ, ഇന്ത്യ കണ്ട് ആഹ്ലാദിക്കുന്ന വേളയിൽ. അപ്പൊ ഇന്ത്യ സൗദി അറേബ്യ ആയിട്ടും US ആയിട്ടും അമേരിക്ക ആയിട്ടുള്ള ഒരു ബന്ധത്തിന് ആക്കം കൂട്ടുന്ന ദിവസങ്ങൾ തന്നെ നമുക്ക് തന്നത്. ഇതൊക്കെ ദിവസങ്ങൾക്ക് മുമ്പേ പ്ലാൻ ചെയ്ത ഇവരുടെ അജണ്ട ആയിരിക്കും. കാരണം ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണല്ലോ അവർ ഇത്ര പെട്ടെന്ന്. പക്ഷെ പ്ലാനിങ് പെട്ടെന്ന് എടുത്തത്, എവിടെ ചെയ്യണം എന്നുള്ളത് പോലും അറിയാതെ ചെയ്തതായോണ്ടാണ് അവർ ഇങ്ങനത്തെ ഒരു സ്ഥലം തെരഞ്ഞെടുത്തത്. കാരണം ഇതായാലേ അവിടെ, കാരണം അവർക്ക് മതം ചോദിക്കാനുള്ള ഒരു സ്പേസ് കിട്ടും. വേറെ സെക്യൂരിറ്റികളോ ഒന്നുമില്ല. ഹമാസ് ഇസ്രായേലിൽ കയറി ആക്രമിച്ചില്ലേ ഒരു ദിവസവും, എല്ലാവരും ഒരു ആഘോഷത്തിൽ ഇരിക്കുമ്പോൾ കയറി കൊന്നു കളഞ്ഞു. എന്നിട്ട് പിന്നെ അവരെ ന്യായീകരിക്കാൻ നായകന്മാര് വരൂ. നമ്മളെ കേരളത്തിലെ മെഴുകുതിരി കത്തിക്കുന്നവരവിടെ. ഇന്ന് കശ്മീർ പണ്ഡിത്തിന് വേണ്ടി മിണ്ടിയില്ല. ഇന്ന് ഈ സോഷ്യൽ മീഡിയ ഒക്കെ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ന് എന്തുകൊണ്ട് കേരളത്തിൽ നമ്മൾ ഇതൊന്നും കാണുന്നില്ല? ഒരാൾക്കും പ്രതികരിക്കാനില്ലേ? മതേതരക്കാരെവിടെ? ഇന്ന് മതേതരക്കാരവിടെ വഖഫിന്റെ ബില്ല് നടത്തിക്കൊണ്ടിരിക്കുക. ജമാഅത്ത് ഇസ്ലാമിന്റെ ഒരു സമ്മേളനത്തില് മതേതര നേതാവ് വഖഫിനെ പറ്റിയും ഗവൺമെന്റിനെ പറ്റി പറയുന്ന ദിവസം എന്നാണ്. ഇത്രയും വൃത്തികെട്ട ഒരു വർഗങ്ങൾ ഈ ലോകത്ത് ഉണ്ടാവാനില്ല. ഇവർക്കൊക്കെ ഉള്ള മറുപടി ഇന്ത്യ തിരിച്ചു കൊടുത്തേ പറ്റുള്ളൂ. നമുക്ക് നമ്മുടെ രാഷ്ട്രമാണ് വലുത്. ഈ രാഷ്ട്രത്തിന് വേണ്ടി ജീവിതം അർപ്പിക്കാൻ തയ്യാറായ നമ്മളെ പോലെ ഉള്ളവര് ആണ് ഈ രാജ്യത്തിന്റെ കരുത്തും. അത് മുന്നോട്ടും ഉണ്ടാവും എന്നുള്ള ഉറക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നു. താങ്ക് യു.